കാണാനഴകുള്ള മാണിക്യക്കുയിലേ, കാടാറുമാസം കഴിഞ്ഞില്ലേ, അങ്കണത്തൈ മണിമാവിൻ്റെ കൊമ്പില് പെൺകുയിലാളൊത്തു വന്നാട്ടെ, നിന്റെ പെൺകുയിലാളൊത്തു വന്നാട്ടെ. ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫ് രേണു സുധിയാണ്. അപ്പം ചേട്ടൻ ഏകദേശം നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് 2 വർഷത്തോളം ആകുന്നു. ജൂൺ 5 ആകുമ്പം 2ാമത്തെ വർഷം ആകുവാണ്. അപ്പം അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങളെ കൈതാങ്ങി ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് സഹായമായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരുപാട് നന്ദി. അന്ന് തൊട്ട് എന്നോട് പറയുന്ന കുറച്ച് പേര് പറയുന്ന കാര്യമാണ്, രേണു നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന്. അന്നൊന്നും എനിക്ക് എന്താ പറയുക, അതിനെപ്പറ്റി കൂടുതലും ഡീറ്റെയിൽ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ എന്നോട് പറഞ്ഞു തരും, ഇടി ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഞാനിപ്പം തീരുമാനിച്ചു, എന്തായാലും നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കാം. സോ ഇപ്പം എനിക്കൊരു ഒഫീഷ്യലായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പ്ലാനായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള തീരുമാനം എത്തിയത്. ഇതാ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു യൂട്യൂബ് ചാനലുമായിട്ട് വരികയാണ്. രേണു സുധി, അതാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അതുപോലെ തന്നെ കിച്ചു, മൂത്ത മോനും ഉണ്ട് യൂട്യൂബ് ചാനൽ. നമ്മുടെ ഋതപ്പനും ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ എനിക്കിപ്പോൾ ഈ അവസരത്തിൽ ഒരുപാട് പേരുടെ അടുത്ത് നന്ദി പറയാനുണ്ട്. പേര് പറയാനും അതായത് പേര് പറഞ്ഞാൽ തീരത്തില്ലാത്ത ഒരുപാട് പേരുടെ അടുത്ത് എനിക്ക് നന്ദിയുണ്ട്. സപ്പോർട്ടിനെല്ലാം നന്ദി. തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എനിക്കിപ്പം തുടക്കത്തിൽ ഞാൻ വലിയ പാട്ടുകാരിയൊന്നും അല്ലെങ്കിലും സുധിച്ചേട്ടൻ ഏത് വേദിയിൽ ചെന്നാലും പാടുന്നൊരു പാട്ടുണ്ട്. അത് നിങ്ങൾ സുധിച്ചേട്ടൻ്റെ പ്രേക്ഷകർ എന്ന നിലയിൽ, അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ ഫാൻ എന്ന നിലയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. സുധിച്ചേട്ടാ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ സുധിച്ചേട്ടൻ പാടുന്ന പാട്ട് എൻ്റെ ഓർമ്മയിൽ ഇപ്പം വരികയാണ്. എവിടെ ചെന്നാലും ഇപ്പം ഞാൻ ചോദിക്കും, സുധിച്ചേട്ടൻ ഈ പാട്ട് മാത്രമേ അറിയുള്ളൂ? അപ്പോൾ പറയും, വാവട്ടെ എനിക്ക് ഇതാണ് ഇഷ്ടം. അതായത് ഏത് വേദിയിൽ ചെന്നാലും പാടുന്ന ഈ പാട്ടാണ്. ഞാൻ 2 ലൈൻ പാടാം. കാണാനഴകുള്ള മാണിക്യക്കുയിലേ, കാടാറുമാസം കഴിഞ്ഞില്ലേ, അങ്കണത്തൈ മണിമാവിൻ്റെ കൊമ്പില് പെൺകുയിലാളൊത്തു വന്നാട്ടെ, നിന്റെ പെൺകുയിലാളൊത്തു വന്നാട്ടെ, വന്നാട്ടെ 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 വന്നാട്ടെ. അപ്പം ഇതെന്നെ സൂചിച്ചേണ്ട പാട്ടാണ്. ഞാൻ എപ്പോഴും ചോദിക്കും, നിങ്ങൾക്ക് ഈ പാട്ട് അറിയുള്ളൂ ഏട്ടാ? അതുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സൗന്ദര്യപ്പിണക്കത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കും, ചേട്ടാ കാണാനഴകുള്ള ഒന്ന് പാടിത്തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ചേട്ടൻ അത് പാടിത്തരാറുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ പാടി എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മേ ബി അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇവിടെ കാണും. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. സോ എന്തായാലും എൻ്റെ പുതിയ കുറച്ച് വിശേഷങ്ങളും ഋതപ്പൻ്റെയും കിച്ചൂട്ടിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ. കിച്ചൂട്ടിനെ ഇവിടെ ഇല്ല, പഠിക്കാൻ പോയിക്കാണ്, കൊല്ലത്താണെന്ന് അറിയാമല്ലോ. കൂടുതൽ പറയണ്ടല്ലോ, അറിയാമല്ലോ എല്ലാവർക്കും. സോ എൻ്റെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വരാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. എന്നെ സ്നേഹിക്കുന്നവർ, സൂചിച്ചേട്ടനെ സ്നേഹിക്കുന്നവർ, മക്കളെ സ്നേഹിക്കുന്നവർ എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ ചാനലിന് വേണം. അപ്പം അതൊരു ഹെൽപ്പും കൂടെ ആയിരിക്കും. നിങ്ങളിൽ നിന്ന് എനിക്ക് തരുന്നൊരു ഹെൽപ്പും കൂടെ ആയിരിക്കും, ഒരു കൈത്താങ്ങലും കൂടെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു ചെറിയൊരു വരുമാന മാർഗം കൂടെ ആകുമല്ലോ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചാനൽ. ഋതപ്പൻ ഇപ്പോൾ ഒരു പാട്ടുമായിട്ട് വരും കേട്ടോ. നമ്മുടെ വേടൻ ഫാനാണ് ഋതപ്പൻ, വേടൻ ബ്രോയുടെ ഫാനാണ്. പിന്നെ എന്താ വിശേഷം പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, വർക്ക് നല്ല രീതിയിൽ അത്യാവശ്യം വർക്കുകളൊക്കെ കിട്ടിത്തുടങ്ങി. അതുപോലെ ഇപ്പം ചെയ്യണത് ദയാവധം എന്ന മൂവിയാണ്. വളരെ ഹാപ്പിയാണ് അവിടെ. കാരണം എന്താ വെച്ചാൽ അവരെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അഭിനയത്തിലാണെങ്കിലും നല്ല സപ്പോർട്ടാണ് അവർ. 2 ഡയറക്ടേഴ്സാണ് അതിലുള്ളത്. ഒന്ന് നമ്മുടെ മഹിങ്കർ കേച്ചേരി സാറും പിന്നെ സുഭാഷ് ശിവ സാറും, 2 പേരുമാണ് ഡയറക്ടർ. അതുപോലെ ബിഗ് ബോസ് നമ്മുടെ രജിത്തേട്ടനുണ്ട്, ഡോക്ടർ രജിത്തേട്ടൻ. അതുപോലെ ഞങ്ങൾ കോമ്പിനേഷൻ ഉണ്ട് ആ സിനിമയിൽ. അതുപോലെ ജിൻഡോ ബ്രോ ഉണ്ട്. അതുപോലെ ഒരുപാട് പേർക്ക് നന്ദകിഷോർ സാറുണ്ട്. അപ്പോൾ ഇവരൊക്കെയുള്ള ഒരു ഒത്തൊരുമയാണ് ഈ സിനിമ. ഒരുപാട് നല്ല സിനിമയാണ്, നല്ല ഒരു എന്താ പറയുക, നല്ലൊരു സ്റ്റോറിയാണ്. അതേപോലെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫിലിമാണ് ചേഞ്ച് എന്ന് പറയുന്ന സിനിമ.
ആ മൂവി എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് എന്താ പറയുക, ഇപ്പോഴത്തെ തലമുറയിലെ ആ ഒരു മയക്കുമരുന്ന് ലഹരി ഉപയോഗത്തിനെതിരായിട്ടുള്ള ഒരു കണ്ടന്റാണ്. അതുപോലെ തന്നെ അത് മാത്രമല്ല അതിൻ്റെ കണ്ടന്റ്, നല്ലൊരു എന്താ പറയുക, നല്ലൊരു സ്റ്റോറി കൂടിയാണ്. എനിക്ക് കിട്ടിയ നല്ല ക്യാരക്ടറാണ്. നിതീഷ് സാറാണ് അതിൻ്റെ ഡയറക്ടർ. സോ ഞാനത് ആ സിനിമ ചെയ്തിരുന്നു. അപ്പം വളരെ ഹാപ്പിയാണ് ഞാൻ. അതുപോലെ ശിവജി ഗുരുവായൂർ സാറുണ്ട് അതിനകത്ത്. അദ്ദേഹത്തിൻ്റെ മകനാണ് അതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. അതിൽ നല്ലൊരു വേഷമാണ് എനിക്ക് കിട്ടിയത്. അതിൽ ഒരുപാട് സന്തോഷം. 2 മൂവിക്കും വെയിറ്റിംഗ് ആണ്. അതുപോലെ ഞാൻ ചെയ്യുന്നൊരു പോക്കറ്റ് മൂവി ഉണ്ടായിരുന്നു, രഞ്ജിത്ത് ശിവ സാറിൻ്റെ നിശ്ചയം എന്ന് പറയുന്ന മൂവി. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്നു. അതുപോലെ ജസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു മൂവി ഉണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, കരയൻ എന്ന് പറയുന്ന മൂവി, പ്രശാന്ത് പൊന്മന സാറിൻ്റെ. അപ്പം അതുപോലെ ഒരുപാട് ആൽബംസും എല്ലാം, അപ്പോൾ പുതിയ ആൽബംസും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി ഇനി അറിയാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ രേണു സുധി.